ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് SBIയുടെ ബാങ്കിങ് യൂസറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ കൂടുതലും എടുക്കാം. എന്നാലും ചില ലോണൊക്കെ എടുക്കുമ്പോൾ, ഇപ്പം 2 വീലർ ലോണൊക്കെ എടുക്കുന്ന സമയത്ത്, നമ്മൾ കാർ ലോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവർ ചോദിക്കാറുണ്ട് 3 മാസത്തെ ഒന്നിക്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറയാം. അപ്പം നമ്മൾക്ക് അധികവും ഈ പറഞ്ഞിരിക്കുന്ന SBI ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻസ്, ഈ ഓൺ അപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ചാനൽ തന്നെ ഉണ്ട്, അത് കണ്ടു നോക്കുക. തൊട്ടടുത്തുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് കണ്ടു നോക്കി അത് മനസ്സിലാവുക എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് SBIയുടെ 3 മാസത്തെ, നിങ്ങൾക്ക് 3 മാസത്തെയോ 6 മാസത്തെയോ നിങ്ങൾക്ക് എങ്ങനെയാണ് PDF ഫയൽ ജനറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 3 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് യോനോ SBI ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. നിങ്ങളുടെ ഫോണിൽ യോനോ SBI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പം ഇങ്ങനെ തുറന്നു വരും. ഇങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്കതിൽ പാസ്വേഡ് അടിക്കാൻ നമുക്കിവിടെ ജസ്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, നമുക്ക് മൈ അക്കൗണ്ട്സ്, ഫണ്ട് ട്രാൻസ്ഫർ, ഡെപ്പോസിറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മൈ അക്കൗണ്ട്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മൈ അക്കൗണ്ട്സ് എടുക്കുക. അപ്പം അവിടെ ഇങ്ങനെ വരും അക്കൗണ്ട് സമ്മറി, മിനി സ്റ്റേറ്റ്മെൻറ്റ്, പാസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരും. നമ്മൾക്ക് ഇവിടെ വേണ്ട ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ ആൻഡ് ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയും നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 2 അക്കൗണ്ട് അവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അതും അവിടെ ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ അക്കൗണ്ട് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്. സെലക്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ സെലക്റ്റഡ് അക്കൗണ്ട് നമ്പർ എന്നിട്ട് അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ കാണാം സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന 2 ഡേറ്റും നിങ്ങൾ ഏത് ദിവസമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് എൻഡ് ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് തന്നെയാണ്. സ്റ്റാർട്ട് ഡേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഈ കാണുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ അധിക പേർക്കും ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലേക്ക് പോകണമെങ്കിൽ വർഷം മാറ്റണമെങ്കിൽ, ഇപ്പോൾ നമ്മൾക്കിവിടെ വർഷം മാറ്റാനുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ 2024 ജനുവരിയാണ്. നമ്മൾക്ക് ഒരു നവംബർ 1 കൊടുക്കാം. ഓക്കെ, അപ്പം വർഷം മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ ഇവിടെ കണ്ട് 2024 എന്നുള്ള അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ വരും. അതിൽ നമ്മൾക്ക് 2023 സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾക്ക് മുന്നോട്ട് പോകണം. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് വേണം, ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, ഇങ്ങനെ പോവാം. ഒക്ടോബർ, നവംബർ, നമുക്കിവിടെ നമ്പർ 1 കൊടുക്കാം. അപ്പോൾ നമ്മൾ 2023 നവംബർ 1 സെലക്ട് ചെയ്ത് എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഉറപ്പ് വരുത്തുക നമ്മൾ കൃത്യമായിട്ട് 30/01 സ്റ്റാർട്ടിംഗ് ഡേറ്റ് 0/11 2023 സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് ഡേറ്റ് 30/1/2024 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ആ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും PDF ഡൗൺലോഡ് സക്സസ്ഫുള്ളി. ടു വ്യൂ ദി PDF പ്ലീസ് യൂസ് ദി 11-digit അക്കൗണ്ട് നമ്പർ ആസ് പാസ്വേഡ് വിത്തൗട്ട് സ്റ്റാർട്ടിങ് 0 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇവിടെ നമ്മുടെ യൂസർ നെയിം, നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഏത് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എടുത്തത് ആ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. ആ അക്കൗണ്ട് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അക്കൗണ്ട് നമ്പർ അടിച്ചിട്ട് എങ്ങനെയാണ് അത് തുറക്കുന്നത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് ഈ ഫയൽ എവിടെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എടുക്കുക, മൈ ഫയൽസ് എടുക്കുക, അതിൽ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് 2024 01/30 എന്നിട്ട് ഡേറ്റിന് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു PDF വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾക്കിതിൽ പാസ്വേഡ് ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ ഇപ്പം എൻ്റെത് SBI ബാങ്ക് ആയതുകൊണ്ടാണ് നമ്മളുടെ അക്കൗണ്ട് നമ്പർ 00 ഇല്ലാതെ അവസാനത്തെ 11 അക്കം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. നമ്മളിവിടെ ജസ്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ് പാസ്വേഡ്. അപ്പോൾ നിങ്ങളുടെ
ബാങ്ക് അക്കൗണ്ടിൻ്റെ 11 അക്കം അവസാനത്തെ 11 അക്കം അടിച്ചു കൊടുക്കുക SBIയുടേത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. മറ്റ് ബാങ്കുകൾക്ക് ഇങ്ങനെയല്ല, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ തന്നെ. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന യൂസർ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ 4 അക്കം, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം, അത് ഓരോ ബാങ്കിനും ഓരോ ടൈപ്പ്. അപ്പം ഹൗ ടു ഡൗൺലോഡ് വാട്ട് ഈസ് എ PDF പാസ്വേഡ് ഓഫ് ഇന്ന ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പറഞ്ഞുതരും എന്താ അതിൻ്റെ പാസ്വേഡ് എന്ന്. അതായത് ഏത് തരത്തിലാണ്. ഇപ്പം SBIയുടെ ഒക്കെ ജസ്റ്റ് അക്കൗണ്ട് നമ്പർ അടിച്ച് ഓപ്പൺ ആയി കിട്ടും. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പം ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് അപ്പം ഇങ്ങനെ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആർക്കും വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ അയച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് സംഭവം ഉള്ളത്. അപ്പോൾ ഈ പാസ്വേഡ് കളഞ്ഞിട്ട് വേണം അയച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കളയേണ്ടതെന്ന് നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് SBIയുടെ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.